ഞാൻ ആദ്യം എഴുതിയിരുന്നത് നോവലുകളല്ലേ എഴുതിയിരുന്നത്. ഈ ചെറുകഥയിലേക്ക് തിരിച്ചു വിട്ടത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ ആദ്യകാലത്തെ നോവലുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് ചെയ്തിട്ടുണ്ട്, തകർന്ന ഹൃദയങ്ങൾ. അതെ. അത് എന്ത് പേരില? കോവിൽ എന്നുള്ള പേരിലാണ്? അല്ലല്ല, അന്ന് അത് വിനീതൻ വി അയ്യപ്പൻ. ഞാൻ വളരെ വിനീതനാണ് എന്നുള്ള, ഇപ്പോഴും ഞാൻ വിനീതനാണ്. അതെൻ്റെ അഭിപ്രായങ്ങൾക്ക് അത് പറയണമുണ്ട്. എനിക്ക് വിനയമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുക വെച്ചാൽ, ഒട്ടും വിനയമില്ലാത്ത മാതിരിയൊക്കെ പെരുമാറണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ വലിയ വിനയമാണ്. ഇതൊന്നും എനിക്ക്, ഞാൻ ഇതിലൊരാളുമല്ല, ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളത് അതെപ്പോഴും അങ്ങനെയാണ് ഞാൻ കരുതുക. അതൊന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ഉണ്ട്. എനിക്ക് ചങ്ങമ്പുഴയുടെ ഒരു കത്ത് വന്നു. ഇത് വായിച്ചു. അത് എന്നെ പിടിച്ചിരുത്തി വായിപ്പിക്കുകയും പിന്നെ മനസ്സിന് വാക്യം ഞാനിപ്പോൾ മറന്നു. അങ്ങനെ വലിയ പ്രശംസയായിരുന്നു അത്. അതേ അവസരത്തിൽ അത് അദ്ദേഹം കത്ത് അയച്ചതാണ്. ഞാൻ ആ കത്ത് അവിടെ എടുത്തു വെച്ചു, നഷ്ടപ്പെട്ടു എനിക്കത്. ഇത് എഴുതിയ വിദ്വാനെ ജയിലിൽ അയച്ചാൽ തരക്കേടില്ല എന്നുള്ള വിമർശനം വന്നു. DP എന്നുള്ള പേരിൽ എഴുതിയ ഒരു പുസ്തക നിരൂപണത്തിലാണ് അത് വന്നത്. ഇവൻ്റെ ഒന്നാം തരം ഇവന് വേണ്ട താമസ സ്ഥലം ജയിലാണെന്ന്. അപ്പോൾ അന്നേ തൊട്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. DP ദാമോദരൻ പിള്ള എന്നാണ് അദ്ദേഹം. വളരെ മഹാപണ്ഡിതനാണ് അദ്ദേഹം. അത് ആ റിവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ തകർന്ന ഹൃദയങ്ങൾ പിന്നെ പുതിയ ചെയ്തു. ഞാൻ അതിനെ ഒന്ന് തിരുത്തി എഴുതി. പൂർണ്ണ പബ്ലിക്കേഷൻസ് അതിനെ ഒരു എഡിഷൻ ഇറക്കി. പിന്നീട് ഈ ചെറുകഥയിലേക്ക് മാറാൻ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായോ? ഈ തകർന്ന ഹൃദയങ്ങൾ പൊൻകുന്നം ദാമോദരൻ മുഖാന്തരം ജോസഫ് മുണ്ടശ്ശേരി കാണുകയാണ്. അദ്ദേഹം അത് വായിക്കുകയും പൊൻകുന്നം ദാമോദരൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു, താൻ പോയിട്ട് മുണ്ടശ്ശേരി മാഷെ കാണണമെന്ന്. എനിക്ക് ഭയമാണെന്ന്. എങ്ങനെയായാലും ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ വളരെ കാര്യമായി വർത്തമാനം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആദ്യം തന്നെ നോവല് അങ്ങോട്ട് അച്ചടിച്ച് ഒരാൾ തന്നെ കുറിച്ച് അറിയില്ല, ഒരാൾ വായിക്കില്ല. താൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറുകഥ എഴുതുക. ഒരു 10-12 ചെറുകഥ ആനുകാലികങ്ങളിലൊക്കെ വന്നതിന് ശേഷം 10-20 പേരെങ്കിലും തന്നെ കുറിച്ച് അറിയും. അപ്പോഴാണ് പുസ്തകം പ്രസാദനം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അപ്പോഴാണ് നമുക്ക് ഉപദേശം കിട്ടുന്നത്, ശരിക്കുള്ള ഈ നിർദ്ദേശം കിട്ടുന്നത്. അതുവരെ ഞാൻ ഈ സംസ്കൃത സ്കൂളും സംസ്കൃത കോളേജും ആ മാതിരി ഉള്ളതല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ പറയുക, എനിക്ക് എൻ്റെ ഒപ്പം എഴുതുന്നു വെച്ചാൽ ഞാൻ പറയില്ല, ഞാൻ എഴുതിയിരുന്നത് എന്നെക്കാളും 10 വയസ്സ് എളുപ്പമുള്ളവരുടെ ഒപ്പമാണ് ആയിപ്പോയി. 10 കൊല്ലം ഈ അറിഞ്ഞൂടാത്തത് കൊണ്ടേ ഞാൻ ഒരേ വിഡ്ഢിത്തങ്ങളിൽ ചെന്നപ്പെട്ട് ശരിക്കുള്ള ഇപ്പോൾ ലിറ്റററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ വിദ്യാഭ്യാസം എനിക്ക് വേണ്ടെന്ന് കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോൾ 23 വയസ്സായി മുണ്ടശ്ശേരി മാഷടുത്ത്. എനിക്ക് ആകെ കൂടിയിട്ടുള്ള വല്ല പശ്ചാത്തലം ഉണ്ടെങ്കിൽ പാവർട്ടിയുടെ വിദ്യാഭ്യാസമാണ്. നല്ല ഒന്നാന്തരം അധ്യാപകരാണ്. അവരെക്കുറിച്ചൊക്കെ എനിക്ക് ധാരണയുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് ആവശ്യമുണ്ടായിരുന്ന ശരിക്കുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ 10 വർഷം ഞാൻ പിന്നിലായത്. അല്ലെങ്കിൽ 10-16 വയസ്സിൽ തൊട്ട് ഇത് എഴുതിയിട്ടുള്ളൊരു പാർട്ടി 23 വയസ്സ് വരെ ഒന്നും ശരിക്കും എഴുതിയിട്ടില്ല എന്ന്. ഇപ്പോൾ തകർന്ന ഹൃദയങ്ങൾ എഴുതുന്നതിൻ്റെ മുമ്പ് ഞാൻ 3 നോവൽ എഴുതിയിട്ടുണ്ട്. ഓരോ ഒക്കേഷനിലും ഓരോ നോവലാണ്. ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. തല്ലില്ലേ ആള്, തല്ലി പിന്നെ എൻ്റെ അടുക്ക് അത്ര പണം വേണ്ടേ.
എൻ്റെ അടുത്തുണ്ടായിരുന്ന പൈസ കൊണ്ട് ചെയ്തു, ഞാൻ തെണ്ടുകയും ചെയ്തു. ഇത് പ്രിൻ്റ് ചെയ്തിട്ട്